വളരെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഈ എന്തൊരു മെലിഞ്ഞിട്ടായിരിക്കുന്നതെന്ന് ചോദിക്കും. അവർക്കും ബുദ്ധിമുട്ടാണ്. അവർക്കൊരു കുറച്ച് ഇതിൽ ബേസിക്കലി കാണുന്നതിനെക്കാട്ടിലും കാഴ്ചയ്ക്കുള്ള ഭംഗിനെക്കാട്ടിലും നമ്മുടെ ആരോഗ്യം നമ്മൾ നന്നായി നോക്കണം. അതിൽ ഞാൻ ഭയങ്കര മോശമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നെ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നതും അതാണ്. അല്ലാണ്ട് ഇപ്പം ഞാൻ കാണാൻ തടിച്ചിട്ടാന്നുള്ളത് എന്നെ എഫക്റ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ തടി വെച്ചു എന്നുള്ളത് കാഴ്ചയ്ക്ക് എനിക്കൊരു എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. അതെനിക്ക് എനിക്കറിയില്ല എന്തിനാണ് ആൾക്കാർക്ക് ഇത്ര എഫക്റ്റഡ് ആവുന്നത് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ നന്നായി ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്തൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിലേക്കാണ് സത്യം പറഞ്ഞാൽ കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടെ എൻ്റെ ഹെൽത്ത് നോക്കുമ്പോൾ ഞാൻ ഇനിയും മെലിയണം. എനിക്കറിയാം, അത് എനിക്ക് നല്ലോണം അറിയാം ഞാൻ മെലിയണം. പക്ഷെ അതൊരിക്കലും എന്നെ കാണാനുള്ളൊരു ഫിസിക്കൽ അപ്പീലിന് വേണ്ടിയിട്ടല്ല ഞാൻ അതൊരിക്കലും ചെയ്യുക. ഞാനിപ്പം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് മുഴുവൻ എൻ്റെ ഒരു ആരോഗ്യനില കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആരാണെങ്കിലും അങ്ങനെ ആയിരിക്കണം. കാരണം ഇപ്പം പണ്ട് ഒരു സമയത്തെ മോഡൽസിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ എല്ലുകളും കാണാൻ പറ്റും നമുക്ക്. എല്ലാ എല്ലുകളും കാണണം. ഒരു സമയത്ത് അവർ നിർത്തി എന്നിട്ട്, ബിക്കോസ് അവര് പട്ടിണി കിടന്നിട്ടും അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം കാര്യങ്ങളിലൂടെയാണ് അവർ ഇത് അച്ചീവ് ചെയ്യണം. ഇന്നും ഒരുപാട് പേര് ക്രാഷ് ഡയറ്റ്സ് എടുക്കുന്നതും പെട്ടെന്ന് മെലിയണം, അതുകൊണ്ട് ഞാൻ എല്ലാം ഫുഡ് മാറ്റി വെക്കുന്നതൊന്നും ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇന്നും ഈ പ്രഷർ എന്ന് പറയുന്നത് മെലിഞ്ഞ് കാണണം, മെലിഞ്ഞാലാണ് ഭംഗി, മെലിഞ്ഞാൽ ഇതൊക്കെ ഡ്രസ്സുകൾ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ് കാരണം ആൾക്കാർ ചൂസ് ചെയ്യുന്ന വഴികൾ ഭയങ്കര മോശമാണ്. അത് പലരും റിയലൈസ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ പറഞ്ഞു പോകാൻ എളുപ്പമാണ്, പക്ഷേ ഇതെങ്ങനെ എന്നിട്ട് ഇവരിങ്ങനെ മെലിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ പറയുമെങ്കിലും ഈ മെലിയുന്ന ആളുടെ ആരോഗ്യനില എന്ന് പറയുന്നത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഭയങ്കര മോശമായിരിക്കും. അപ്പം നമ്മൾ ആ പ്രഷർ ഒരാൾക്ക് ഒട്ടും കൊടുക്കരുത്. പക്ഷെ ഹെൽത്ത് വൈസ് ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ബോഡി ശ്രദ്ധിക്കണം. അത് വേറെ ആരും നോക്കില്ല, നമ്മൾ തന്നെ നോക്കണം. അതെനിക്ക് ഇപ്പം ഈ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ നോക്കിയില്ലെങ്കിൽ വേറെ ആരും ഉണ്ടാവില്ല നമ്മളെ നോക്കാൻ. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടു ബി ഹെൽത്തി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അത് നമ്മളെ ഒരു കാഴ്ചയ്ക്കുള്ളൊരു ഇതിന് മാത്രമായിരിക്കരുത് നമ്മൾ നമ്മുടെ ബോഡിയെ ഉപയോഗിക്കേണ്ടത്. ജൂഡിന്റെ സിനിമയിൽ അപർണയ്ക്ക് മുൻപ് പാട്ട് പാടാൻ എന്ന് വെച്ചാൽ വിനീതും അപർണയും കൂടെ അഭിനയിക്കുന്നതിൽ വിനീത് ആണ് ഒരു ഗായകൻ, ഒരാള് അപർണയായിരുന്നു. രണ്ടുപേരും മനോഹരമായിട്ട് തെന്നൽ നിലാവിന്റെ കാതിൽ ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി എന്ന് പറയുന്ന പാട്ട് രസമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഈ അങ്ങനെയൊക്കെ പാട്ട് പാടി അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നത്, അതായത് നാടകത്തിലൊക്കെയാണ് ഒരു കാലഘട്ടത്തിലുള്ളത്. പ്ലേ ബാക്ക് സിംഗറായിട്ട് ആർട്ടിസ്റ്റുകൾ വരാറുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറെ കൂടെ അത് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു അപൂർവ അവസരം ഉണ്ടാവാറില്ല. അതിൽ അഭിനയിക്കുന്ന രണ്ടുപേര് സ്റ്റാർസ്, അവർ തന്നെയാണ് പാട്ട് പാടുന്നത്.